ചരിത്രമെഴുതിയവർ പലരും കാണും, പക്ഷെ ചരിത്രം സൃഷ്ടിച്ചത് നമ്മളാണ്. ഈ ചിത്രത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചിത്രമാണിത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരുപാട് ചിത്രങ്ങളൊന്നും അവൈലബിൾ അല്ല. കളർ ചിത്രങ്ങൾ പ്രത്യേകിച്ചും. നമ്മുടെ രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനായിട്ട് ഇത്രയേറെ ത്യാഗം ചെയ്ത വ്യക്തികളിൽ ഒരാൾ നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ കിട്ടിയ ഒരു ചിത്രം വളരെയധികം പഴക്കമുള്ള, ക്ലാരിറ്റി നഷ്ടപ്പെട്ട ഒരു ചിത്രമായിരുന്നു. അതിനെ എൻഹാൻസ് ചെയ്ത് ഹൈ റെസൊല്യൂഷനാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് കൺവെർട്ട് ചെയ്ത് അതിനുശേഷം മൊമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് അതിനെ വീഡിയോ ആക്കി കഴിഞ്ഞപ്പോൾ ചരിത്രം ഇവിടെ വഴിമാറുന്നു. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ 1943 ജൂലൈ 12 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പൂർണ്ണമായും വനിതകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു റെജിമെൻ്റാണ്. റാണി ഓഫ് ഝാൻസി റെജിമെൻ്റ് എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ഈ ചിത്രങ്ങളിലുടനീളം നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം കാണുന്ന മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു ഈ യൂണിറ്റിനെ നയിച്ചിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ വനിതാ റെജിമെൻറ്റിനെ നയിച്ചിരുന്നത് ഒരു മലയാളിയായിരുന്നു. നമുക്കേവർക്കും അതിൽ അഭിമാനിക്കാം. ഇന്നും അതങ്ങനെ തന്നെയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളികളില്ലാത്ത ഒരു സ്ഥലം പോലുമില്ല.